ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്റ്റേ ബ്ലെസ്ഡ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായത്തിൽ അതിൻ്റെ 29 വാക്യം, പാറസ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്ത് നിന്ന് 4 നങ്കൂരമിട്ടു. ഇവിടെ 4 നങ്കൂരങ്ങളെക്കുറിച്ച് കാണുന്നു. 27 അധ്യായത്തിൽ നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തടവുകാരുമൊക്കെ ഉൾപ്പെടുന്ന ഏകദേശം 276 പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് വചനം പറയുന്നു, നിങ്ങൾ ധൈര്യത്തോടിരിപ്പിൻ, കർത്താവ് നിങ്ങളെല്ലാം വിടുവിക്കും, കർത്താവ് നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ പ്രാണഹാനി ഉള്ള അവസ്ഥയിൽ അവർ വളരെയധികം ഒരു ഈശാനമൂലനാകുന്ന കൊടുങ്കാറ്റടിച്ച് ആ കപ്പലിനകത്തായിരിക്കുന്ന വ്യക്തികൾ, തടവ് പുള്ളികളായിരിക്കുന്ന വ്യക്തികൾ വളരെ ഭയപ്പെട്ട് അവരുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിൽ വിലയേറിയ പല കോപ്പുകളും കപ്പലിലേക്ക് ഉപേക്ഷിച്ച് പട്ടിണി കിടന്ന് വളരെ പ്രയാസത്തിരിക്കുന്ന അവസ്ഥയിൽ ഇവിടെ വചനം പറയുന്നു, ആ കപ്പൽ അവർ 4 നങ്കൂരമിട്ടു. അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു മുഖാന്തരമായിട്ടത് മാറി. അല്ലെങ്കിൽ അവർക്കൊരു പക്ഷേ കപ്പലിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയത്തില്ലായിരുന്നു. ഈ 4 നങ്കൂരമാണ് അപ്പോസ്തലനായ പൗലോസിനെ ആ കപ്പൽ ചേതത്തിൽ രക്ഷിച്ച് മറ്റൊരു ദ്വീപിലേക്ക്, അല്ലെങ്കിൽ അവിടെ കാണുന്നുണ്ട് ആ ദ്വീപിൻ്റെ പേര് മാൾട്ട അല്ലെങ്കിൽ മെലിത്ത ദ്വീപിലേക്ക് പോകുവാനായിട്ട് മുഖാന്തരമായി തീർന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെതായ ഒരു പ്രവൃത്തി, ആ ഒരു കപ്പൽ ചേതത്തിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി, ഈ നങ്കൂരമിട്ടതിലൂടെ അവർ സുരക്ഷിതരായി രക്ഷപ്പെട്ട് അവർ മാൾട്ട ദ്വീപിൽ കടന്നു വന്ന് അവിടെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് കർത്താവ് ഒരു വഴി തുറന്നു. ഒടുവിൽ അവിടെ നിന്ന് പൗലോസിനെയൊക്കെ മാനിച്ച് അവർ തിരിച്ച് റോമിലേക്ക് തന്നെ പോകുവാനായിട്ടുള്ള അവസരം ഉണ്ടായി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സ്റ്റോംസ് ഉണ്ടാകാം. ചില കൊടുങ്കാറ്റുകൾ, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില കൊടുങ്കാറ്റുകൾ നമുക്കുണ്ടാകാം. ചിലപ്പോൾ ആ കൊടുങ്കാറ്റെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പെട്ടെന്നുള്ള ചിലരുടെ വേർപാടാകാം. നമ്മൾ സ്നേഹിക്കുന്ന ചില മക്കളുടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുമായി നല്ലൊരു ആത്മബന്ധമുള്ള ചില വ്യക്തികൾ നമ്മളെ വിട്ട് പോകുമ്പോൾ ചിലരുടെ പെട്ടെന്നുള്ള വേർപാട്, ചിലരുടെ പെട്ടെന്നുള്ള മരണം നമുക്ക് കൊടുങ്കാറ്റായിട്ട് മാറാം. നമ്മുടെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ, നമുക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായി വരുന്ന രോഗം, അപ്രതീക്ഷിതമായി വരുന്ന ആക്സിഡൻറ്റുകൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയിലുണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ചില പീഡകൾ, അവരുടെ ആത്മീയ ജീവിതത്തെ ഓർത്തുള്ള ചില പ്രയാസങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ മണ്ഡലത്തെ ഓർത്തുള്ള, അവരുടെ ഭാവിയെ ഓർത്തുള്ള, അവരുടെ ജോലിയെ ഓർത്തുള്ള, അവരുടെ ഫാമിലി ലൈഫിനെ ഓർത്തുള്ള പലതരത്തിലുള്ള ചലഞ്ചസ്, പലതരത്തിലുള്ള കൊടുങ്കാറ്റുകൾ നമുക്കൊരു പക്ഷേ ഫേസ് ഉണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയ കൊടുങ്കാറ്റിൽ അദ്ദേഹത്തിന് രക്ഷയായത്, ദൈവം അദ്ദേഹത്തെ വിടുവിക്കാനായിട്ട് ഉപയോഗിച്ചത് ഈ 4 ആങ്കേഴ്സ് ഓഫ് ലൈഫ്, 4 ആങ്കേഴ്സ്, ഈ 4 നങ്കൂരമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 27-29 കൊടുത്തിരിക്കുന്നു, അവർ അമരത്ത് 4 നങ്കൂരമിട്ടു. എന്നൊരു ക്രിസ്തീയ വിശ്വാസിയാണ് നമ്മൾ ഓരോരുത്തരുടെ 4 നങ്കൂരങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ആ 4 നങ്കൂരങ്ങൾ നമുക്ക് തിരമാലകളുടെ മേൽ ജയം തരും, കൊടുങ്കാറ്റുകളുടെ മേൽ ജയം തരും, ലൈഫിലുള്ള സ്ട്രഗിൾസിൻ്റെ മേൽ ജയം തരും, നമ്മളിന്ന് കടന്നു പോകുന്ന വെല്ലുവിളികളുടെ മേൽ നമുക്ക് ജയം തരും. എന്തൊക്കെയാണ് ആ 4 കൊടുങ്കാറ്റ്? ഏറ്റവും പ്രധാനം കണക്ഷൻ വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം. ഇവിടെ നമുക്കറിയാം, ആ കപ്പലിൽ തൻ്റെ കൂടെ ഒത്തിരി പേര് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കൊടുങ്കാറ്റ് വന്നപ്പോൾ, ഈശാനമൂലനാകുന്ന ഈ കൊടുങ്കാറ്റ് വന്നപ്പോൾ അവരെല്ലാവരും ഭയപ്പെട്ടു. എല്ലാവരും പേടിച്ച്
നിലവിളിച്ച് ആഹാരം കഴിക്കാൻ കഴിയാതെ അവരാകപ്പാടെ ഒരു ജീവനില്ലാത്തവരെ പോലെ അവരാകെ വാടിക്കുഴഞ്ഞവരായി, അവർ ക്ഷീണിച്ചവരായി അവരെല്ലാവരും മാറി. പക്ഷേ അതിനകത്ത് ഒരാൾ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അതിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കും. എങ്കിൽ ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളുടെ അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രി അടുക്കൽ നിന്ന്, പൗലോസെ ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പ് നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അലിച്ചതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ, ഈ ജനങ്ങളെല്ലാം നിലവിളിക്കുന്നതായിട്ടുള്ള, എല്ലാവരും ഭാരപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അദ്ദേഹം ധൈര്യമായിട്ട് പറയുകയാണ്, നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം, ആരാധിക്കുന്ന എൻ്റെ ദൈവം, പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം കഴിഞ്ഞ ദിവസം ഒരു ദൂതനെ അയച്ചു, എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഈ കപ്പലിലുള്ള ഒരു വ്യക്തിക്ക് പോലും ഒരു ദോഷം സംഭവിക്കുകയില്ല, ഞാൻ ദാനം ചെയ്തിരിക്കുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, റോമിൽ നീ എത്തും, ദൈവം എത്തിക്കും, ഈ ജനസമൂഹത്തെ ഒന്നും നിനക്ക് ദാനമായിട്ട് തന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒരു ദോഷവും വരുത്തില്ല. അപ്പം ഈ ഒരു വാർത്ത പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ കിട്ടി? തനിക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു, തനിക്ക് ദൈവവുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പ്രിയമുള്ളവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചില കൊടുങ്കാറ്റിലൂടെ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവവുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ്, ആ ബന്ധം തീർച്ചയായിട്ടും ഒരു വലിയ നങ്കൂരമാണ്, ഒരു വലിയ നങ്കൂരമാണ്, ഒരു വലിയ ഉറപ്പാണ്, ഒരു വലിയ ധൈര്യമാണ്. എല്ലാവരും കലങ്ങിയാലും നിങ്ങൾ കലങ്ങത്തില്ല, എല്ലാവരും മുറ വിളിച്ചാലും, എല്ലാവരും അലറി കരഞ്ഞാലും, എല്ലാവരും തകർന്നു പോയാലും ദൈവത്തിൻ്റെ ബന്ധമുള്ള ഒരു വ്യക്തി, ദൈവവുമായിട്ട് കണക്ഷനുള്ള വ്യക്തി, പവർ പ്ലഗുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി ഒരിക്കലും കുലുങ്ങത്തില്ല, ഒരിക്കലും തകരത്തില്ല, നിരാശപ്പെട്ടു പോകത്തില്ല. പറയൂ, നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കൂ, എൻ്റെ ദൈവം സംസാരിച്ചു. അപ്പോൾ ഇന്ന് അങ്ങനെ വ്യക്തിപരമായിട്ട് ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോട് വ്യക്തിപരമായ ഒരു കൂട്ടായ്മ. മത്തായി 6:6 യേശു പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുമ്പോൾ പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം തരും. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം, വ്യക്തിപരമായി എല്ലാ ദിവസവും ഒരു സ്പേസ്, ഒരു സമയം, ടൈം അലോൺ വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ സമയം വേർതിരിക്കുന്ന ഒരു അനുഭവം. വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേകം മണിക്കൂറുകൾ വ്യക്തിപരമായി പ്രാർത്ഥിപ്പാനായിട്ട് ചിലവഴിക്കുമായിരുന്നു, പിതാവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ചിലവഴിക്കുമായിരുന്നു. വളരെ തിരക്കുള്ള, വളരെ ബിസി സ്കെഡ്യൂളായിരുന്നെങ്കിലും, വളരെ ബിസി ആയിരുന്നെങ്കിലും യേശു കർത്താവ് എല്ലാ ദിവസവും ഡേ ടു ഡേ ബേസിൽ ഫാദറുമായിട്ട്, ഹെവൻലി ഫാദറുമായിട്ട്, പിതാവായ ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഒരു പേഴ്സണൽ സ്പേസ് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ഒരു നങ്കൂരമായിട്ട് അത് മാറണം. ടൈം അലോൺ വിത്ത് ഗോഡ്, ദൈവത്തോട് ബന്ധപ്പെടുന്ന, ദൈവത്തോട് സമയം ചെലവഴിക്കുന്ന, ദൈവവുമായിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരു കണക്ഷനുള്ള വ്യക്തിയായിട്ട് മാറണം. മറ്റേത് വ്യക്തി അറിയുന്നതിനേക്കാളും ദൈവം നിങ്ങളെ അറിയണം, ദൈവം നിങ്ങളെ വ്യക്തിപരമായിട്ട് അറിയണം, ദൈവവും നിങ്ങളുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധം വേണം. ഒരുപക്ഷെ പാസ്പോർട്ട് ഓഫീസർക്ക് നമ്മുടെ പാസ്പോർട്ട് നെയിം അറിയാം, പാസ്പോർട്ടിലുള്ള നമ്മുടെ പേര്, പാസ്പോർട്ട് നമ്പർ, അഡ്രസ്സ് എല്ലാം അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. നമ്മളെ വിളിക്കാറില്ല, നമ്മളും പുള്ളിയെ വിളിക്കാറില്ല, ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ളൊരു ബന്ധമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയണം, ദൈവം നമ്മളെ അറിയാൻ കഴിയണം.
നമ്മൾ ദൈവത്തോട് സംസാരിക്കണം, ദൈവം നമ്മോട് സംസാരിക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വ്യക്തിപരമായ ബന്ധം, ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു ബന്ധം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ദൈവശബ്ദം കേട്ടു. ഏഞ്ചൽ ഓഫ് ഗോഡ് ഇറങ്ങി വന്നു, സംസാരിച്ചു, ദൈവത്തിൻ്റെ ആലോചന അറിയിച്ചു. അങ്ങനെ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു നല്ല ബന്ധമുള്ള ഒരവസ്ഥ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നങ്കൂരം. രണ്ടാമതായിട്ട് വചനം പറയും നമുക്കുണ്ട് നങ്കൂരം, വിശ്വാസമാകുന്ന നങ്കൂരം വേണം. എല്ലാവരും പരാജയപ്പെട്ടിരിക്കുക, എല്ലാവരും വിഷമിച്ചിരിക്കുക, എല്ലാവരും ഭാരപ്പെട്ടിരിക്കുക. പക്ഷേ ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ഒരിക്കലും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഹോപ്പ് നഷ്ടപ്പെടരുത്. വിശ്വാസം, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ലാസറിനെ 3-ാം ദിവസം നാറ്റം വെച്ചിരുന്ന ലാസറിനെ നാറ്റം വെച്ച് 4-ാം ദിവസം ഉയർപ്പിച്ച കർത്താവ് നമ്മോടൊപ്പമുണ്ട്. അസ്ഥിക്കൂമ്പാരങ്ങളിൽ നിന്നും ചിതറിക്കിടക്കുന്ന അസ്ഥികൂടങ്ങളിൽ നിന്നും ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാനുള്ള ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിനകത്തൊരു കാര്യമില്ല. ദൈവം പറയുന്നു വിശ്വാസം, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. എത്ര ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും, എത്ര നിരാശാജനകമായ അവസ്ഥയാണെങ്കിലും, നമുക്ക് ഉണ്ടായേണ്ടൊരു നങ്കൂരം, ഫെയ്ത്ത് ലെവൽ, നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകരുത്. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് പ്രിയമുള്ളവരെ. ആ വിശ്വാസം തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾ മരണകരമായ രോഗത്തിലൂടെ പോവുകയായിരിക്കാം. ആ ക്യാൻസറിനെ ജയിക്കാൻ ഇന്ന് ക്യാൻസർ അനുഭവിക്കുന്ന വ്യക്തികൾ കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ ക്യാൻസറിനെ ഭയപ്പെടേണ്ട. ആ ക്യാൻസറിനെ ജയിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ വിശ്വസിക്കാൻ മതി. ദൈവം എന്നെ സൗഖ്യമാക്കും, ഞാൻ ക്യാൻസറിനെ ജയിക്കും, ഞാൻ രോഗത്തെ ജയിക്കും, ഞാൻ ജയാളിയായി ഞാൻ പുറത്തു വരും, ഞാൻ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കും, ഈ പാരലറ്റിക് ആയിട്ടുള്ള അവസ്ഥ മാറും, എൻ്റെ കർത്താവ് എനിക്ക് ജയം തരും, എൻ്റെ കർത്താവ് എനിക്ക് വിടുതൽ തരും, എൻ്റെ ഈ ഫിസിക്കലായിട്ടുള്ള വീക്ക്നെസ് കർത്താവ് മാറ്റും, എൻ്റെ കൈകൾ ഉയർത്താൻ കഴിയാത്ത ആ വീക്ക്നെസ്, മടക്കുവാൻ കഴിയാത്ത ആ വീക്ക്നെസ് യേശുവിൻ്റെ നാമത്തിൽ മാറും. എൻ്റെ ആർത്രൈറ്റിസ് ആകുന്ന ആ പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ മാറും. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കാർഡിയാക്കായിട്ടുള്ള ഹൃദയ സംബന്ധമായ രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറും. ദൈവം എനിക്ക് സൗഖ്യം തരും. ഞാൻ നടക്കും, ഞാൻ ഓടും, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ആ ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ വിശ്വാസം ഒരിക്കലും കുറഞ്ഞു പോകരുത്. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നുള്ള വിശ്വാസം, ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ള വിശ്വാസം നമുക്കൊരിക്കലും കുറഞ്ഞു പോകരുത് പ്രിയമുള്ളവരെ. ആ വിശ്വാസം എന്ന് പറയുന്നത് വലിയ നങ്കൂരമാണ്. നമ്മളെ കൊടുങ്കാറ്റുകളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു നങ്കൂരമാണ്. നമുക്കറിയാം, ബൈബിളിൽ വായിക്കുമ്പോൾ പല ദൈവദാസന്മാരും, യോസഫിനെ നോക്കൂ, എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നുപോയി, ജയിലിൽ കൂടെ കടന്നുപോയി, അനേക വർഷങ്ങൾ ജയിലിൽ കിടന്നു, അടിമയായിട്ട് ജോലി ചെയ്തു, ഒത്തിരി സ്ട്രഗിൾസ് കൂടെ കടന്നുപോയി. പക്ഷേ ദൈവത്തിൻ്റെ വിശ്വാസം ഒടുവിൽ ഉയർച്ചയെ കാരണമായി തീർന്നു. ദാവീദിനെ നിങ്ങൾ നോക്കൂ, ഒത്തിരി വനാന്തരങ്ങളിലും ഗുഹകളിലെല്ലാം കിടക്കേണ്ടി വന്നു, ജീവനെ പേടിച്ച് ഓടേണ്ടി വന്നു, പല സ്ട്രഗിൾസ് കൂടെ ദാവീദ് പോയി. പക്ഷേ ഒടുവിൽ ദാവീദിന് ദൈവത്തിൻ്റെ ആ വിശ്വാസം എത്തിക്കാനടുത്ത് എത്തിച്ചു. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിശ്വാസം കുറയരുത്. ഇന്ന് ഏതൊക്കെയോ വ്യക്തികളോട്, ഏതൊക്കെയോ കുടുംബങ്ങളോട് ദൈവം പറഞ്ഞു, നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട, പരാജയം ചിന്തിക്കേണ്ട, നിങ്ങളുടെ ആ പരാജയങ്ങൾ ദൈവം മാറ്റും, ആത്മഹത്യയെ കർത്താവ് മാറ്റും, ദൈവം നിങ്ങൾക്ക് പുതുവഴി തുറക്കും, ദൈവം നിങ്ങളെ സഹായിക്കും. ആ ശുഭാപ്തി വിശ്വാസം, ആ ദൈവത്തിലുള്ള വിശ്വാസം, ആ ദൈവത്തിലുള്ള ആശ്രയം ഒരു നങ്കൂരമായിട്ട് നിങ്ങളെ സഹായിക്കും. മൂന്നാമത് നങ്കൂരം ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ മത്തായി സുവിശേഷം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, അതിൻ്റെ 7-ാം അധ്യായത്തിൽ വായിക്കുന്നു, നമുക്കുള്ള മൂന്നാമത്തെ നങ്കൂരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. മത്തായി സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം അവിടെ വായിക്കുന്നു 24 മുതൽ
ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ഇവിടെ രണ്ട് തരത്തിലുള്ള ഭവനങ്ങൾ കർത്താവ് പറയുന്നു. ഒന്ന് പാറമേൽ വീട് പണിത ഒരു അനുഭവം, രണ്ട് മണലിന്മേൽ വീട് പണിത അനുഭവം. രണ്ട് വീടിൻ്റെ നേരെയും കൊടുങ്കാറ്റ് അടിച്ചു, നദികൾ പൊങ്ങി, വെള്ളപ്പൊക്കം ഉണ്ടായി, കൊടുങ്കാറ്റടിച്ചു, പ്രതികൂലമുണ്ടായി. പക്ഷേ ഈ രണ്ട് വീട്ടിൽ പാറമേൽ വീട് പണിത ആ വീട് അത് കൊടുങ്കാറ്റിനെ വിസ്റ്റാൻഡ് ചെയ്തു, അത് കൊടുങ്കാറ്റിനെ ജയിച്ചു. പക്ഷേ മണലിന്മേൽ പണിത വീട് അത് കൊടുങ്കാറ്റിൽ അതെന്ത് ചെയ്തു? അത് വീണു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരമാലകൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകളെ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് നങ്കൂരമാകുന്ന ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനമാകുന്ന നങ്കൂരത്തിൽ അടിസ്ഥാനമിട്ട് ജീവിച്ചാൽ അത് പാറപ്പുറത്ത് വീട് പണിയുന്ന ഒരു വ്യക്തിയെപ്പോലെ ആയിരിക്കുന്നു. ആ ഭവനത്തിന് പേടിക്കാനില്ല, ആ ഭവനം കുലുങ്ങത്തില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും, എന്തെല്ലാം രോഗങ്ങൾ വന്നാലും, എന്തെല്ലാം കടഭാരം വന്നാലും, എന്തെല്ലാം പൈശാചികമായ ബന്ധനങ്ങൾ വന്നാലും, എന്തെല്ലാം നിന്ദകളും പരിഹാസങ്ങളും ദുഷികളും വന്നാലും, ക്രിസ്തുവാകുന്ന പാറയിൽ, വചനമാകുന്ന പാറയിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന ഭവനമാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്നെ ഒരിക്കലും ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിന്നെ കുലുക്കുവാൻ സാധ്യമല്ല, നിന്നെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല, നിൻ്റെ കുടുംബം തകർക്കുവാൻ സാധ്യമല്ല. കാരണം എന്താണ്? വചനമാകുന്ന പാറിൽ അടിസ്ഥാനമിട്ട ഭവനമാണ്. അപ്പം മൂന്നാമത് നമുക്ക് വേണ്ട ഫൗണ്ടേഷൻ, മൂന്നാമത് വേണ്ട നങ്കൂരം, തിരമാലകളെ അതിജീവിക്കാൻ വേണ്ട നങ്കൂരം, അല്ലെങ്കിൽ കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ വേണ്ട നങ്കൂരം. മൂന്നാമത്തെ നങ്കൂരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥിതമായിരിക്കുന്ന, ഫൗണ്ടേഷനിലായിരിക്കുന്ന, ദൈവവചനത്തെ മാനിക്കുന്ന, ദൈവവചനത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു ജീവിതമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ബൈബിളിനകത്ത് ഒരുപാട് കൽപ്പനകളുണ്ട്. നമുക്കറിയാം, ഏകദേശം 600-ലധികം കൽപ്പനയുണ്ട്. നമുക്കെല്ലാം ഓർത്തിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവം കൈ കൊണ്ട് എഴുതി കൊടുത്ത, ദൈവത്തിൻ്റെ സ്വന്തം കൈ കൊണ്ട് എഴുതി കൊടുത്ത കൽപ്പനകൾ 10 കൽപ്പനയാണ്. അത് മോശയുടെ കയ്യിൽ ദൈവം കൊടുത്തതാണ് 10 കൽപ്പന. നമുക്കറിയാം, 100 കണക്കിന് കൽപ്പനകൾ ദൈവം മോശയിലൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദൈവം നേരിട്ട് എഴുതി കൊടുത്ത 10 കൽപ്പനയുണ്ട്. നിങ്ങൾ ആ 10 കൽപ്പന എല്ലാം, നമുക്ക് മറ്റുള്ളതെല്ലാം മറന്നുപോയാലും കുഴപ്പമില്ല, ദൈവത്തിൻ്റെ കൈ കൊണ്ട് എഴുതി കൊടുത്ത ആ 10 കൽപ്പന, അതാണ് ന്യായപ്രമാണം, അല്ലെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ഒരുപാട് സിവിലായിട്ടുള്ള കൽപ്പനകളുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ 10 കൽപ്പനയ്ക്കകത്ത് നമ്മൾ നോക്കുമ്പോൾ, 1, ഞാനില്ലാതെ അന്യദൈവങ്ങൾക്ക് ഉണ്ടാവരുത്. 2, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി നിങ്ങൾ ആരാധിക്കരുത്. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് വെള്ളത്തിലുള്ളതോ ഒന്നും യാതൊരു പ്രതിമ ഉണ്ടാക്കി നമസ്കരിക്കരുത്. 2ാമത്തെ കൽപ്പന. 3, യഹോവയുടെ നാമം വെറുതെ എടുക്കരുത്. 4, ശബ്ബത്തിനെ ശുദ്ധീകരിക്കുക. 5, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. 6, കൊല ചെയ്യരുത്. 7, വ്യഭിചാരം ചെയ്യരുത്. 8, കള്ളസാക്ഷ്യം പറയരുത്. 9, മോഷ്ടിക്കരുത്. 10, കൂട്ടുകാരൻ്റെ യാതൊന്നും മോഹിക്കരുത്. ഈ 10 കൽപ്പന പ്രിയമുള്ളവരെ, ദൈവം പറയുന്നു, നമ്മൾ ഈ വചനമാകുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ വചനം, കർത്താവ് ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ 2 കൽപ്പന കർത്താവ് പറഞ്ഞു, എൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. 2, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇതിനകത്ത് എല്ലാ ന്യായപ്രമാണങ്ങളും അടങ്ങിയിരിക്കുന്നു. ഈ കൽപ്പനകൾ പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്ന ഈ കൽപ്പന, നമ്മുടെ കൂട്ടുകാരെ സ്നേഹിക്കുന്ന, ലവ് ഗോഡ്, ലവ് പീപ്പിൾ,
മനുഷ്യരെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ആരാധന, പ്രാർത്ഥന, പള്ളിയിൽ പോകുന്നത്, ബൈബിൾ വായിക്കുന്നത്, ദശാംശം കൊടുക്കുന്നത്, ഗോത്രക്കാഴ്ച കൊടുക്കുന്നത്, പാവങ്ങളെ സഹായിക്കുന്നത്. ഇതെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദൈവവചനാടിസ്ഥാനമായി ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ദൈവം പറയുന്നു, ഒരു കൊടുങ്കാറ്റും അവനെ ബാധിക്കത്തില്ല. ആ കൊടുങ്കാറ്റിലെല്ലാം ആജീവിക്കാനുള്ള കൃപ ദൈവം കൊടുക്കുന്നു. വചനമാകുന്ന ഫൗണ്ടേഷൻ, ദൈവവചനമാകുന്ന ഫൗണ്ടേഷനിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. നാലാമത്തെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ദീർഘക്ഷമ, ലോങ് സഫറിങ്. ദീർഘക്ഷമ നമുക്ക് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമെങ്കിൽ നമുക്ക് ദീർഘക്ഷമയില്ലാതെ സാധിക്കുകയില്ല. വിശുദ്ധ ബൈബിൾ പലയിടങ്ങളിലും കാണാൻ കഴിയും. നമുക്ക് മന്ദതയുള്ളവരാകാതെ നിങ്ങൾ വിശ്വാസത്താലും നിങ്ങൾ ദീർഘക്ഷമയാലും നിങ്ങൾ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നവരുടെ അനുകാരികൾ ആയി തീരുമെന്ന് നമ്മൾ വായിക്കുന്നു. റോമറിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾ മന്ദതയുള്ളവരാകാതെ നിങ്ങൾ വിശ്വാസത്തോടുകൂടി ദീർഘക്ഷമയോടുകൂടി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കഴിയും. നാലാമത്തെ ആങ്കർ അല്ലെങ്കിൽ നാലാമത്തെ ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ആ ഒരു നങ്കൂരം എന്ന് പറയുന്നത്, നാലാമത്തെ നങ്കൂരം എന്ന് പറയുന്നത് നമുക്കുണ്ടായിരിക്കേണ്ട ദീർഘക്ഷമ. പലപ്പോഴും പല വ്യക്തികളും ഈ കൊടുങ്കാലടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സ്ട്രഗിൾസ് ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ചില ആൾക്കാരും അവരാകെ ടെൻഷനിലാവും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട്, റോമറിൽ പറയുന്നുണ്ട്, കഷ്ടതയിൽ നിങ്ങൾ സഹിഷ്ണുത കാണിപ്പിൻ. പല ആൾക്കാരും പെട്ടെന്ന് ടെൻഷനിലായി അവർ പെട്ടെന്ന് മാനസികമായി വിഭ്രാന്തി കാണിക്കും. ചിലർ ഉറക്ക ബഹളം ഉണ്ടാക്കും, ചിലർ ഉറക്കകടം നിലവിളിക്കും, ചിലർ അപ്പുറമുള്ള കുറ്റം പറയും, ചിലർ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും, ചിലർ ദൈവത്തെ കുറ്റം പറയും. അങ്ങനെ വല്ലാത്തൊരു കൺഫ്യൂഷനിൽ പലരും ആകാറുണ്ട്. പക്ഷെ ദൈവം പറയുന്നുണ്ട്, കഷ്ടതയിൽ നിങ്ങൾ സഹിഷ്ണുത കാണിപ്പിൻ. ബി പേഷ്യൻ്റ് ഇൻ ട്രബിൾ. ക്ഷമയോടുകൂടി, പിറുപിറുക്കാതെ, ആരെയും കുറ്റം പറയാതെ, ആരെയും ദുഷിക്കാതെ, കൺഫ്യൂസ്ഡ് ആകാതെ, ആകപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വെള്ളം പിടിച്ച് ഓടാതെ സമാധാനമായിരിക്കൂ, ക്ഷമയോടെ ഇരിക്കൂ. ദൈവം പരിഹാരം തരും. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ ഇത്രയും വലിയ കൊടുങ്കാരാഞ്ഞടിച്ചിട്ട് പൗലോസ് അപ്പോസ്തലൻ അല്പം പോലും അവിടെ ടെൻഷനാകുന്നതായിട്ട് കാണുന്നില്ല. അല്പം പോലും അവിടെ ആരെയും കുറ്റം പറഞ്ഞതായിട്ട് കാണുന്നില്ല. നിങ്ങൾ കാരണമാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ കപ്പലെടുക്കാൻ പാടില്ല എന്ന്, അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങൾ കുഴപ്പത്തിലാവുമെന്ന്, എന്താ കേൾക്കാത്തത് എന്നും പറഞ്ഞ് അവിടെ ആരെയും കുറ്റം പറയുകയോ വഴക്കുണ്ടാക്കുകയോ പ്രശ്നം ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് കാം ആൻഡ് ക്വയറ്റ്, പേഷ്യൻസ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണം, വാഗ്ദത്തം പ്രാപിക്കണം. നാലാമതുണ്ടായിരിക്കേണ്ട ഗുണമെന്ന് പറയുന്നത് ലോങ് സഫറിങ് അല്ലെങ്കിൽ പേഷ്യൻസ്, ക്ഷമയോടുകൂടി. യേശു കർത്താവിൻ്റെ മുമ്പിൽ പുരുഷാരം ഉണ്ടായിരുന്നു. 5 അപ്പോൾ 2 മീനേ ഉള്ളൂ. പക്ഷേ കർത്താവ് പേഷ്യൻ്റായി സ്തോത്രം പറഞ്ഞു, അപ്പത്തെ വാഴ്ത്തി അത് അവർക്ക് കൊടുത്തു. അപ്പം മർദ്ദിക്കാൻ തുടങ്ങി, മീൻ മർദ്ദിക്കാൻ തുടങ്ങി. അവിടെ പ്രശ്നം സോൾവായി. പൗലോസ് അപ്പോസ്തലൻ സമാധാനമായിട്ടിരുന്നു, ധൈര്യപ്പെട്ടു, ദൈവം തന്നെ സുരക്ഷിതമായിട്ട് എത്തിച്ചു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നാലാമത്തെ നങ്കൂരം പേഷ്യൻസ്, സഹിഷ്ണുത, ക്ഷമ. ക്ഷമയോടെ ഇരിക്കും പറയുമുള്ളവരെ, ദൈവം മറുപടി തരും. ഈ 4 നങ്കൂരം മറക്കരുത്. 1 ദൈവവുമായിട്ടുള്ള കണക്ഷൻ, 2 വിശ്വാസം, 3 ദൈവത്തിൻ്റെ വചനം, 4 ദീർഘക്ഷമ. പ്രാർത്ഥന. കർത്താവേ, ഞങ്ങളെന്ന് കേട്ടു ഞങ്ങൾക്ക് 4 നങ്കൂരങ്ങൾ ആവശ്യമാണ്. പൗലോസിൻ്റെ കപ്പൽ കൊടുങ്കാരാഞ്ഞടിച്ചപ്പോൾ കർത്താവേ, ഈ 4 നങ്കൂരങ്ങളാണ് അവർക്ക് ആശ്രയമായിട്ട് മാറിയത്, ആശ്വാസമായിട്ട് മാറിയത്. അതുപോലെ ഞങ്ങൾ 4 നങ്കൂരങ്ങൾ, ദൈവവുമായിട്ടുള്ള ബന്ധമാകുന്ന നങ്കൂരം, കർത്താവെ വിശ്വാസമാകുന്ന നങ്കൂരം, കർത്താവെ വചനമാകുന്ന നങ്കൂരം, 4 കർത്താവെ ദീർഘക്ഷമയാകുന്ന നങ്കൂരം. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകല്ലേ കർത്താവെ. ഇന്ന് കൊടുങ്കാറ്റിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, ഈ കൊടുങ്കാറ്റിനെ ജയിക്കുവാനുള്ള കൃപ അവിടുന്ന് പകരണമേ. അങ്ങ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ആ കൃപ അവിടുന്ന് പകർന്ന് കൊടുക്കണമേ കർത്താവ്. ഇന്ന് അവർക്ക് ആ ചലഞ്ചിനെ ഫേസ് ചെയ്യുവാൻ
ആ കൊടുങ്കാറ്റിനെ ഫേസ് ചെയ്യുവാൻ കർത്താവ് ബലം കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസം കൊടുക്കണമേ. യേശുവിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ മക്കൾ കർത്താവേ, വചനത്തിൻ്റെതായിട്ടുള്ള വെളിപ്പാട് കൊടുക്കണമേ. ആഴങ്ങൾ കൊടുക്കണമേ. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ കൊടുക്കണമേ. കർത്താവേ, സഹിഷ്ണുതയോടുകൂടി ഇതിനെ തരണം ചെയ്യുവാൻ ക്ഷമയോടുകൂടി ആരെയും കംപ്ലൈൻറ്റ് പറയാതെ, കുറ്റം പറയാതെ, ആരെയും വെറുക്കാതെ, ദുഷിക്കാതെ, സമാധാനത്തോടുകൂടി ഇതിനെ ഫേസ് ചെയ്ത് ജയാളിയായി പുറത്തു വരുവാൻ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളേവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 4 നങ്കൂരം മറക്കരുത്. 1, ദൈവവുമായിട്ടുള്ള കണക്ഷൻ, ബന്ധം. 2, വിശ്വാസം. 3, വചനമാകുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന ആ വചനം അനുസരിക്കുന്ന, ആ വചനത്തെ ഓണർ ചെയ്യുന്ന അനുഭവം. 4, ബി പേഷ്യൻ്റ് ഇൻ ട്രബിൾ, കഷ്ടതയിൽ സന്തോഷിക്കുന്ന, കഷ്ടതയിൽ ക്ഷമയോടെ ഇരിക്കുന്ന, ദീർഘക്ഷമയോടെ ഇരിക്കുന്ന ആ ഒരു പേഷ്യൻസ്. ഈ 4 നങ്കൂരങ്ങളും നൽകി ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.